മെസ്സിക്ക് സാധ്യമായതെല്ലാം എംബാപ്പയ്ക്കും സാധ്യമാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. എംബാപ്പെ ഡെംബലെ പാർട്ണർഷിപ്പിൽ മൊറോക്കോ വീണു. ഫ്രാൻസ് 8ാം സെമിയിലേക്ക്. ലിയോണൽ മെസ്സിക്ക് പിന്നാലെ കിലിയൻ എംബാപ്പയും ഒരു പെനാൽറ്റി പാഴാക്കിയതിനു ശേഷം ഗോളും അസിസ്റ്റും നേടി. 2026 ലോകകപ്പിൽ 8 ഗോളുമായി മെസ്സിക്കൊപ്പം. ആകെ ലോകകപ്പിൽ 20 മത്സരങ്ങളിൽ നിന്നും 20 ഗോൾ. മെസ്സി ഈ നേട്ടം കൈവരിച്ചത് 30 മത്സരത്തിൽ നിന്നും. 8 ഗോളും 3 അസിസ്റ്റുമായി ലോകകപ്പിലെ ഗോൾ കോൺട്രിബ്യൂഷൻ 11 ഉയർത്തി കിലിയൻ എംബാപ്പെ. 2 ലോകകപ്പുകളിൽ 10-ലധികം ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആദ്യത്തെ താരം. എംബാപ്പെ ഡെംബലെ കൂട്ടുകെട്ട് 7ാം തവണയും ഫലം കണ്ടു. എംബാപ്പയുടെ അസിസ്റ്റിൽ ഡെംബലെ വല കുലുക്കിയതോടെ മൊറോക്കോയുടെ പ്രതീക്ഷകൾ അവസാനിച്ചു. 2002 ലോകകപ്പിന് ശേഷം ആദ്യമായി ഒരു ടീമിലെ 2 താരങ്ങൾ 5 അതിലധികമോ ഗോൾ സ്വന്തമാക്കി. 2002 റൊണാൾഡോ റിവാൾഡോ കോമ്പിനേഷൻ ബ്രസീലിനെ കിരീടമുയർത്താൻ സഹായിച്ചപ്പോൾ 2026 എംബാപ്പെ ഡെംബലെ സഖ്യത്തിനും അതേ നേട്ടം ആവർത്തിക്കാനാവുമോ? ലോകകപ്പിൽ 20 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ പരിശീലകനായി ദിദിയർ ദെഷാംസ്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഉൾപ്പെടെ യാസിൻ ബോനോ ലോകകപ്പിൽ 9 പെനാൽറ്റികളിൽ നിന്നും വെറും 2 ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. 4 സേവുകൾ, 3 പുറത്തേക്ക് പോയി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം പെനാൽറ്റികൾ സേവ് ചെയ്യുന്ന റെക്കോർഡിനൊപ്പം ലോകകപ്പിൽ ഫ്രാൻസിന്റെ ഇത് 8ാം സെമിഫൈനൽ. ബ്രസീലിനെ പോലെ തുടർച്ചയായി 3 ഫൈനലിൽ എത്താൻ സാധിക്കുമോ?